ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 10th പ്രിലിംസിനും കമ്പനി ബോർഡ് LGSനും വേണ്ടിയിട്ടുള്ള പഠനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്ന് നമ്മൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുന്നുണ്ട്, അതിനോടൊപ്പം ടോപ്പിക്കും കവർ ചെയ്യുന്നുണ്ട്, കുറച്ച് കറണ്ട് അഫയേഴ്സും കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണന ക്രമത്തിൽ എഴുതുക. ഈഴവ മെമ്മോറിയൽ, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയ സത്യാഗ്രഹം. ഞാനിപ്പോൾ ഇത് ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈഴവ മെമ്മോറിയലാണ് ആദ്യം വന്നത് 1896 സെപ്റ്റംബർ 3-ന്. വൈക്കം സത്യാഗ്രഹമാണ് രണ്ടാമത് വന്നത് 1924 മാർച്ച് 30-നാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത് 1931 നവംബർ 1-നാണ്. പാലിയ സത്യാഗ്രഹം നടക്കുന്നത് 1947-48 കാലയളവിലാണ്. ബ്രിട്ടീഷ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. 1900 ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? ലോർഡ് കഴ്സൺ ആണ്. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി കണ്ടെത്തുക എന്നാണ്. ശരിയായ ജോഡിയാണ് എഴുതിയിരിക്കുന്നത്. ആത്മവിദ്യാസംഘം വാഗ്ഫടാനന്ദൻ, വൈക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി, കുര്യാക്കോസ് ഏലിയാസ് ചവറ ആത്മാനുതാപം. അപ്പോൾ ഒന്നുകൂടെ ആത്മവിദ്യാസംഘം വാഗ്ഫടാനന്ദൻ്റെതാണ്, വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ് സ്വദേശാഭിമാനി, കുര്യാക്കോസ് ഏലിയാസ് ചവറയുടേതാണ് ആത്മാനുതാപം. സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. അഞ്ചുതെങ്ങ് കലാപം. ഇനി നമ്മൾ ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്, ബേസ് മുതൽ എടുക്കുന്നുണ്ട്. ഓക്കെ, അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697-ലാണ്. അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല അഞ്ചുതെങ്ങാണ്. തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാലയും കോട്ടയും സ്ഥാപിക്കാൻ അനുവാദം നൽകിയ വേണാട് ഭരണാധികാരി ഉമയമ്മ റാണി അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണിയാണ്. അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിക്കുവാൻ ആറ്റിങ്ങൽ റാണിയിൽ നിന്നും അനുവാദം നേടിയെടുത്ത ബ്രിട്ടീഷുകാരനാണ് ജോൺ ബ്രാബോൺ. 1684 പണ്ടകശാല തുറക്കുന്നതിനും 1690 കോട്ട കെട്ടാനുമുള്ള അനുമതി നൽകി. അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയായത് എന്നാണെന്ന് ചോദിച്ചാൽ 1695-ലാണ്. പിൽക്കാലത്ത് പടിഞ്ഞാറൻ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാന സൈനിക കേന്ദ്രമായി അഞ്ചുതെങ്ങ് മാറി. നെക്സ്റ്റ്, ആറ്റിങ്ങൽ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ 15-ആണ്. ആറ്റിങ്ങൽ കലാപത്തിനുള്ള പ്രധാന കാരണങ്ങൾ വൻതോതിലുള്ള അഴിമതിയും കുരുമുളകിൻ്റെ വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേടുമാണ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് തദ്ദേശീയരായ ജനങ്ങൾ പിടിച്ചടക്കിയ കോട്ട അഞ്ചുതെങ്ങ് കോട്ട. ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന കേരളത്തിലെ പ്രദേശമാണ് മലബാർ. ബ്രിട്ടീഷ് റെസിഡന്റുമാരിലൂടെ പരോക്ഷമായിട്ട് ഭരണം നടത്തിയ പ്രദേശങ്ങളാണ് കൊച്ചിയും തിരുവിതാംകൂറും. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ ഉടമ്പടി 1792 ശ്രീരംഗപട്ടണം സന്ധിയാണ്. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരി. ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്ത് വേണാട് രാജാവ് ആദിത്യവർമ്മ. 2021 ഏപ്രിൽ 15-ന് 300-ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടമാണ് ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്ക് എതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം 1697. എന്നാൽ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപമാണ് 1721. നെക്സ്റ്റ്, വേണാട് ഉടമ്പടി. ആറ്റിങ്ങൽ കലാപാനന്തരം ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് 1723-ലാണ് മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ റോമും തമ്മിൽ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ആറ്റിങ്ങൽ റാണി ഇംഗ്ലീഷുകാർക്ക് ഇടവയിൽ ഒരു ഫാക്ടറി നിർമ്മിക്കാൻ സ്ഥലം കൊടുത്ത വർഷം 1726-ലാണ്.
കുണ്ടറ വിളംബരം. കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷം 1809 ജനുവരി 11. കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്തു. കുണ്ടറ വിളംബരത്തിനു സാക്ഷ്യം വഹിച്ച ക്ഷേത്രസന്നിധി കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രം. കുണ്ടറ വിളംബരം നടന്ന കാലത്ത് തിരുവിതാംകൂർ ബ്രിട്ടീഷ് റെസിഡന്റ് കേണൽ മെക്കാളെയായിരുന്നു. കുണ്ടറ വിളംബരാനന്തരം നടന്ന യുദ്ധമാണ് കൊല്ലം യുദ്ധം. 1809 ജനുവരി 15. വേലുത്തമ്പി ദളവ. അവിട്ടം തിരുനാളിന്റെ പ്രശസ്തനായ ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ. 1802. വേലുത്തമ്പിയുടെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ. രാജ്യത്തിന് വൻതുക നൽകേണ്ടിയിരുന്ന മാത്തുത്തരകൻ എന്ന ആളുടെ ഭൂമി കണ്ടുകെട്ടാൻ വേലുത്തമ്പി പുറപ്പെടുവിച്ച കൽപ്പന റദ്ദാക്കിയത് കേണൽ മെക്കാളെയാണ്. വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്തത് 1809. വേലുത്തമ്പി ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടി, പത്തനംതിട്ട. കുറച്ച് കറണ്ട് അഫയേഴ്സാണ്. കേരള ഹൈക്കോടതിയുടെ 40ാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായ വ്യക്തിയാണ് ജസ്റ്റിസ് സൗമൻ സെൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്റ്റാച്യു ഓഫ് യൂണിറ്റി രൂപകൽപ്പന ചെയ്ത ശില്പി 2025 ഡിസംബറിൽ അന്തരിച്ചു. ആരാണ്? റാം വി സുതാർ. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആര്? EP രാജഗോപാലാണ്. ഉൾക്കഥ എന്ന സാഹിത്യ വിമർശനത്തിനാണ് പുരസ്കാരം. ഇന്ത്യയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഭാരത് നെറ്റ് പദ്ധതിയുടെ പരിഷ്കരിച്ച പതിപ്പ് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം പഞ്ചാബാണ്. കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യ നിർമ്മിച്ച പുതിയ വ്യോമതാവളം ഏതാണ്? ന്യോമ എയർബേസ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, റിവിഷൻ ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ബൈ.